പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിൻ്റെ മക്കളെ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. തപസ് കാലഘട്ടത്തിലെ നമ്മളുടെ ഈ ധ്യാന ചിന്തകൾ വളരെ നല്ല രീതിയിൽ പോകുന്നു. നല്ല രീതിയിൽ കർത്താവിനോട് ചേർന്നിരിക്കുന്ന എത്രമാത്രം അനുഗ്രഹ നിമിഷമാണ് മക്കളെ നമ്മളുടെ ഈ തപസ് കാലം. പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും ബൈബിൾ പഠനങ്ങളും നല്ല രീതിയിൽ പോകുന്നതിനോർത്ത് നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ ആ പ്രത്യേക നിയോഗം ഉണ്ടല്ലോ, ആ രണ്ട് കാര്യങ്ങൾ മാതാവിൻ്റെ ബിംബലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. പിന്നെ പാവിയായ നിങ്ങളുടെ ബ്രദറിനും നമ്മുടെ ധ്യാന കേന്ദ്രത്തിനും മാതാവ് ഈശോ പണിതുകൊണ്ടിരിക്കുന്ന അഗ്രോട്ടോടെ വർക്കും ഇന്ന് അദ്ദേഹം വന്നില്ല, തടസ്സമില്ലാണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 13-ാം തീയതി താമസമുള്ള ധ്യാനവും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇത് കഴിയുമ്പോൾ ഒരു നൽമറയെങ്കിലും നിങ്ങൾ ചെല്ലണം. പിന്നെ സമയം ഉണ്ടാക്കി നിങ്ങൾ ഈ നിയോഗങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പോൾ സ്നേഹമുള്ള ദൈവമക്കളെ, മാനസാന്തരം തപസ് കാലഘട്ടമാണ് നമ്മുടെ ഈ നോമ്പ് കാലം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ പോകുന്നു. ദൈവത്തിന് നന്ദി. ദൈവത്തിൻ്റെ വചനം, വൃക്ഷത്തിൻ്റെ കടയ്ക്ക് കോടാലി വെച്ച് കഴിഞ്ഞു. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? വൃക്ഷത്തിൻ്റെ കടയ്ക്ക് കോടാലി വെച്ച് കഴിഞ്ഞു. വൃക്ഷത്തെ സംബന്ധിച്ച് ഇനി സമയമില്ല, ഉടനെ അത് വീഴും. മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നിന്റെ നമ്മളെല്ലാവരുടെയും ജീവിതം ചെറുതാണ്, മരണം ഉറപ്പാണ്, നിത്യജീവൻ വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരേണ്ടിയിരിക്കുന്നു, അനുതാപം നിറഞ്ഞ കണ്ണുനീരോടെ. ഹല്ലേലൂയ. മോനെ മോളെ, നീ എത്ര വലിയ പാവിയാണോ, എത്ര വലിയ പാപം ചെയ്തു എന്നുള്ള കണക്കെടുക്കലല്ല കർത്താവിൻ്റെ പണി. നീ എത്ര വലിയ പാപം ചെയ്തവനായിരുന്നാലും, നീ എത്ര ദുഷ്ടപ്രവൃത്തികൾ ചെയ്തവനായിരുന്നാലും, നീ ഒന്ന് അനുദപിക്കുമ്പോൾ, കർത്താവേ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് തിരികെ നോക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങും. ഒരാമയും പറഞ്ഞേ. എന്താ കാര്യം എന്നറിയാം? ഞാനത് പറയുമ്പോൾ, ഫസ്റ്റ് ഹോളി കമ്മോണിയം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കൊച്ചനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. യെസ്, അത് വേറെ ആരുമില്ല, നിങ്ങൾ തന്നെ, നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഹല്ലേലൂയ. സ്നേഹമുള്ള ദൈവമക്കളെ, നമുക്ക് അനുതാപ കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദേശം ഇപ്പോൾ 25 അല്ലേ, 25ആണെങ്കിൽ ഏകദേശം ഒരു 29 വർഷം മുമ്പ് ഞാനിപ്പോൾ ഒരു മാനസാന്തര അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. മക്കളെ, ഒരു നല്ല ഹൈറ്റുള്ള നല്ലൊരു മോൻ, കാണാനേ ലുക്കുള്ളൂ, സ്വഭാവവും പ്രവൃത്തിയെല്ലാം വളരെ മോശമായിരുന്നു. അതായത് നന്നായിട്ട് മദ്യം കഴിക്കുന്നു. അപ്പനാണെങ്കിലും മദ്യം ഉണ്ടാക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഫേമസ് ദാതയാണ്. മകൻ അതിനേലും വലിയ ദാതയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കത്തിയും കൊണ്ട് സ്കൂളിൽ പോകുന്ന വ്യക്തി, അദ്ദേഹം സാക്ഷ്യം പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മാത്രമല്ല, കൊട്ടേഷനും വടിവാളും ഗിരിവാളും അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനം, ഒരുത്തൻ്റെ തല വെട്ടിപ്പൊളിച്ചിട്ട് 6 മാസം ജയിലിൽ കിടന്നതും ഒക്കെ കഥ അവിടെ പറയാറുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, ഞാനൊരു പറമ്പ് ഇങ്ങനെയൊന്നുമല്ല, ഭയങ്കര, ഞാനൊരു വഴി കൂടെ വരുമ്പോൾ എന്നെ പെണ്ണുങ്ങളെ കണ്ട 2 പറമ്പിന് അപ്പുറത്തേക്കടെ പോകും. പറയാനുള്ള ആരോഗ്യം, ഹൈറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കി കാണും പ്രവൃത്തി എങ്ങനെയാണെന്ന്, അല്ലേ? പക്ഷെ ആള് നല്ല ഉഷാറാണ്. എല്ലാവരും കാര്യങ്ങൾ പുള്ളിനെ ഏൽപ്പിക്കുക, അത്ര ഇതാണെങ്കിലും. അപ്പോൾ അവന് ഗൗരവം കൂടും. അതിനോട് ചേർന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടൂറ് പോയപ്പോൾ ഒരു പെണ്ണിൻ്റെ അപ്പൻ അങ്ങനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞൊരു കത്തിയും കൊണ്ട് ആണ് കാറിൽ അവൻ്റെ പെട്ടിയിൽ വെക്കുന്നത്. പക്ഷേ ടൂറ് മുടങ്ങി. എന്തോ കാരണവശാലും മുടങ്ങി. നന്നായി, കാരണം അവർ ദൈവത്തിൻ്റെ കരുതലുള്ളത് കൊണ്ട് കുത്തിക്കൊല അടക്കം ചിലപ്പോൾ നടന്നേനെ. ആ ടൂർ മുടങ്ങിയത് കൊണ്ട് അവൻ്റെ ഭവനത്തിൽ അവൻ വന്നിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 10 ലിറ്റർ ചാരായം കൊണ്ടുവച്ചിട്ടുണ്ടായി അപ്പൻ. അതെടുത്ത് നന്നായിട്ട് സാപ്പിട്ട് എന്തോരം കുടിച്ചെന്ന് എനിക്കറിയില്ല, എല്ലാം കുടിച്ച് തകർത്തെന്ന് പറഞ്ഞു. എന്നിട്ട് ചില്ലിൻ്റെ ഫോട്ടോകളുണ്ടായ ഈശോയുടെ രൂപങ്ങളെല്ലാം അവിടെ വീടിനകത്ത് ചാന്തട്ട റൂമിൽ തല്ലി പൊളിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ നടന്ന് ടൂറ് ക്യാൻസലാക്കിയത് കൊണ്ടുള്ള വെല്ലുവിളിയായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ അന്ന് ഒരുപാട് ധ്യാനങ്ങളിലേക്ക് ആ മനുഷ്യൻ പോയി. മദ്യപാനം മാറിയിട്ടല്ല, മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ, സ്വഭാവ കയ്യിലിരിപ്പവും തല്ലുപിടുത്തവും എല്ലാം ഉണ്ട്. അതെല്ലാം എൻ്റെ ടീമിൽ ഒരുപാട് നാൾ പല വിദൂര സ്ഥലങ്ങളിലും കൺവെൻഷനോടൊക്കെ പറയുന്നൊരു സാക്ഷ്യമാണ്. അദ്ദേഹം എന്ന് പറയുവാറുണ്ടായിരുന്നു. അങ്ങനെ എവിടെ പോയിട്ട് രക്ഷപ്പെടാത്തത് കൊണ്ട് ആ മകൻ നമ്മുടെ ധ്യാനത്തിന് വരുന്നു.
നമ്മുടെ ധ്യാനത്തിനല്ല, അവിടെ കേട്ടെ. നാല് നാല് ധ്യാനം അപ്പം തന്നെ കൂടിയിട്ട് മാറ്റം വന്നില്ല. ബസ് ഡ്രൈവറാണ് അദ്ദേഹം. അങ്ങാട് പോയപ്പോൾ അവിടെ വേറെ ആളെ ഏൽപ്പിച്ചിട്ട് അവൻ ഒരു വെളുപ്പിന് ഒരു മഴ പെയ്യണ സമയത്ത്, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഒരു മഴയത്താണ് കയറി വരുന്നത്. അങ്ങനെ ഞാൻ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. 12 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന മനുഷ്യൻ, മദ്യം കഴിക്കുന്ന മനുഷ്യൻ, അന്ന് ഞാൻ വിളിച്ചപ്പോൾ അവൻ പറയുകയാണ്, എത്രയോ വർഷത്തിനിടയിൽ മദ്യപിക്കാത്ത ദിവസം, 12 പാക്കറ്റ് സിഗരറ്റ് വലിക്കാത്ത ദിവസം, ഇന്ന് അത്താണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ് നിർത്തിയിട്ട് എപ്പോഴും സിഗരറ്റ് മേടിക്കാൻ ഓടിക്കയറണം. ആ കടയിൽ കയറും ഇറങ്ങും. 4-ാമത്തെ പ്രാവശ്യം ചോദിച്ചു, നിനക്കെന്താ പോലെ പ്രാന്തറാവേന്ന്. അതാണ് ഹോളി സ്പിരിറ്റ്. നിന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്, നിന്റെ ബന്ധനങ്ങളിൽ നിന്ന് നിന്നെ മോചനം നൽകി ഒരു പുതിയ സൃഷ്ടിയാക്കി നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നിന്നെ തകർച്ചയിലേക്ക് നയിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, തകർച്ചയിൽ നിന്ന് പിന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരും ദൈവം. മോനെ മോളെ, നീ നിന്റെ ദൈവത്തെ ഒന്ന് മാനിച്ചാൽ നിന്റെ ദൈവം നിന്നെയും മാനിക്കും. ആമേൻ. നമുക്ക് തിരിയാം. യു ക്യാം ബാക്ക് ആൻഡ് സിറ്റ് വിത്ത് മീ. യേശുവിനോട് കൂടിയിരിക്കുക. യേശു 1:18 നമ്മൾ എല്ലാം സമർപ്പിക്കുന്നു. സ്തുതിച്ചതിന് ഹല്ലേലൂയ. പാപബോധം, പശ്ചാത്താപം കൊടുക്കണമേ. സകല മക്കൾക്ക് മാനസാന്തരം കൊടുക്കണമേ. രോഗികളായ എല്ലാവരും സുഖപ്പെടുത്തണമേ കർത്താവേ. ഭവനമില്ലാത്ത എല്ലാ മക്കൾക്കും ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. പഠിക്കുന്ന മക്കളുണ്ട്, പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന മക്കളുണ്ട്. എൻ്റെ ഈശോയേ കർത്താവേ, ഇനിയും ഷിപ്പിൽ കയറുവാനായിട്ട് കർത്താവേ നല്ല വേക്കൻസി കാത്തിരിക്കുന്ന മക്കളുണ്ട്, അവൻ എത്ര പെട്ടെന്ന് കൊടുക്കണമേ. ഷിപ്പിൽ ജോലി ചെയ്യുന്ന മക്കളുണ്ട്, നല്ല ഈശോയുടെ മക്കളുണ്ട്, എപ്പോഴും മെസ്സേജ് വിടുന്ന മക്കളുണ്ട്, അവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ഷിപ്പ്, അവരുടെ ജോലി അനുഗ്രഹിക്കണമേ. വിദേശത്തെ ജോലിയെ മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. അവർ ചെയ്യുന്ന ജോലികൾ എത്ര ഭാരപ്പെട്ടതാണെങ്കിലും അങ്ങ് ഒരു കൈ സഹായം കൊടുക്കുമ്പോൾ, അങ്ങൊന്ന് താങ്ങുമ്പോൾ, എൻ്റെ ഈശോയെ അങ്ങൊന്ന് താങ്ങുമ്പോൾ അവിടെ അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ അനുഗ്രഹമായി ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന എല്ലാവർക്കും മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണം കർത്താവേ. ദൈവമേ, NSRH കർത്താവേ, ആ സംഭവങ്ങളെല്ലാം കൊടുക്കട്ട് അനുഗ്രഹിക്കണമേ കർത്താവേ. പാസ്സായി കൊടുക്കണേ കർത്താവേ. ദൈവമേ കർത്താവേ, നാഷണാലിറ്റിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മകളുണ്ടല്ലോ കർത്താവേ, അതുപോലെ എത്ര മക്കളുടെ, അവർക്കൊക്കെ നാഷണാലിറ്റി കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഒപ്പം അവരുടെയൊക്കെ കോൺട്രാക്ട് നീട്ടി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. കത്തോലിക്ക സഭയെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ അച്ഛന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ധ്യാനകേന്ദ്രത്തിലെ വൈദികരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാം ആശീർവദിച്ച് അനുഗ്രഹിക്കപ്പെടട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഒരു അനുഗ്രഹമായി മാറട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന സകല മക്കളും ഒരു അനുഗ്രഹമായി മാറട്ടെ. അനുഗ്രഹിക്കണമേ. എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ എനിക്കൊന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാനൊരു അനുഗ്രഹമാണെന്നുള്ള മനോഭാവത്തിൽ ധൈര്യത്തോടെ യേശുവിന്റെ നാമത്തിലല്ലേ, ധൈര്യത്തോടെ നീ പാടണം. ഞാനൊരു അനുഗ്രഹമാണ്, ഞാനൊരു അനുഗ്രഹമാണ്. കർത്താവിൻ്റെ കൃപ നിന്റെ മേലെപ്പോഴും ഉണ്ടാകട്ടെ. ആമേൻ.